ഹായ് ഡിയേഴ്സ്, ഏവർക്കും PS വ്ളോഗിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ഫുഡ് വീഡിയോയുമായിട്ടാണ്. ഞാൻ മുമ്പ് ഇല ഇടിയപ്പം ഉണ്ടാക്കിയായിരുന്നു. അതിൻ്റെ വീഡിയോ കാണാത്തവർ ചാനലിൽ പോയി കാണുക. ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്, നിങ്ങളത് ഇവിടെ കാണുക. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് ഇലയടയാണ്. നമുക്ക് എങ്ങനെയാണ് ഇലയട ഉണ്ടാക്കാൻ നോക്കാം. വളരെ ഈസി ആയിട്ടുള്ള ഒരു സ്നാക്സാണ്, ഒരു 4 മണി പലഹാരമാണ്. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. ഇലയട ഉണ്ടാക്കുവാൻ ആവശ്യമായ സാധനങ്ങൾ: 1 കപ്പ് അരിമാവ്, നമ്മൾ ഇടിയപ്പത്തിനുള്ള മാവ് തന്നെയാണ്. അടുത്തത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ശർക്കര ഇത്രയും വേണ്ട, നമ്മളിപ്പം കുറച്ചാണ് ഉണ്ടാക്കുന്നത്. 1 കപ്പ് മാവിന് ഇത്രയും ശർക്കരയൊന്നും ആവശ്യമില്ല. ഇതിലും മധുരത്തിനനുസരിച്ചാണ് ശർക്കര ചേർക്കുന്നത്. മധുരം ഇഷ്ടമുള്ളവർക്ക് അതിനനുസരിച്ച്, മധുരം കുറച്ചാണ് ആവശ്യമുള്ളവർക്ക് അതിനനുസരിച്ച് ചേർത്താൽ മതിയാവും. പിന്നെ ഒഴിച്ചുകൂടാനാകാത്ത ഒരു ഐറ്റമാണ് തേങ്ങ എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് ഈ മാവ് കുഴച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വെള്ളം, ഇത് തണുത്ത വെള്ളമാണ്, നമുക്കിതിനെ തിളപ്പിച്ചെടുക്കണം. അടുത്ത് നമ്മൾ ഉപ്പ്. അപ്പോൾ ചിലർക്ക് ഡൗട്ട് തോന്നും, നമ്മളിവിടെ ശർക്കര ഉപയോഗിക്കുന്നതല്ലേ, അപ്പം പിന്നെ എന്തിനാണ് ഉപ്പ് ഉപയോഗിക്കുന്നതെന്ന്. നമ്മൾ ഈ മധുരവും ഒന്ന് ഇക്വലൈസ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഉപ്പ് ഉപയോഗിക്കുന്നത്. ധാരാളം ഉപ്പ് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല, കാരണം നമ്മൾ മധുരം ഉപയോഗിക്കുന്നതുകൊണ്ട് ധാരാളം ഉപ്പ് ആവശ്യമില്ല. അല്പം ഉപ്പ് ഉപയോഗിച്ചാൽ മതിയാവും. പിന്നെ നമ്മളിവിടെ വാഴയിലാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇല എടുക്കാവുന്നതാണ്. വാഴയില കിട്ടിയില്ലെങ്കിൽ വയണയിലയോ അങ്ങനെ ഏതെങ്കിലും ഇല എടുത്ത് നിങ്ങൾക്ക് ഇലയുടെ ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ആദ്യം വെള്ളം തിളപ്പിക്കാനായിട്ട് വയ്ക്കാം. ഗ്യാസ് ഓൺ ചെയ്യുക, വെള്ളം വയ്ക്കുക. നമ്മുടെ വെള്ളം ഏകദേശം റെഡിയായി വരുന്നുണ്ട്, അതിൻ്റേതായിട്ടുള്ള സൗണ്ട് കേൾക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ വെള്ളം തിളച്ചിട്ടുണ്ട്. ആവി വരുന്നുണ്ട്, വെട്ടി തിളച്ചിട്ടുണ്ട്. നമുക്ക് അടുപ്പ് ഓഫ് ചെയ്യാം. ഇനി നമുക്ക് മാവ് കുഴയ്ക്കാനായിട്ട് തുടങ്ങാം. മാവ് തട്ടുക. അപ്പം ഞാൻ കുറച്ചുണ്ടാക്കുന്നത് കൊണ്ടാണ് 1 കപ്പ് മാവ് എടുത്തത്. കൂടുതൽ എണ്ണ ആവശ്യമാണെങ്കിൽ അതിനനുസരിച്ച് മാവ് കൂടുതലെടുക്കുക. ആദ്യമേ തന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പൊഴിക്കുക. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു, ഉപ്പ് അല്പം മതിയാകും. നമ്മൾ നോർമലി ഒഴിക്കുന്നത് പോലെയൊന്നും വേണ്ട, ഇടിയപ്പത്തിന് ഒഴിക്കുന്നത് പോലെ അത്രയും ഉപ്പൊന്നും വേണ്ട, ഒരല്പം ഉപ്പ് മതിയാകും. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിക്കാം. വെള്ളം നമ്മൾ കുറച്ച് ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് വേണം വരാൻ. കാരണം ഇതും വെള്ളം അധികം ആകാൻ പാടില്ല. നമ്മൾ എങ്ങനെയാണ് ഇടിയപ്പത്തിന് നോർമലി കുഴയ്ക്കുന്നത് അതുപോലെ ആ ഒരു പരുവത്തിൽ കുഴച്ചെടുക്കുക. കുറച്ച് വെള്ളം വീതം ഒഴിച്ച് റെഡിയാക്കുക. ഞാൻ മുമ്പൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇലയിടിയപ്പം. അതിൽ ഞാൻ പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്, നമ്മളിതിൽ തിളച്ച വെള്ളമാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഹാഫ് കുക്ക്ഡാണ് ഇപ്പോഴേ. അതുകൊണ്ട് കൂടുതൽ നേരം നമുക്ക് അടുപ്പത്ത് വെച്ച് വേവിക്കേണ്ടതായിട്ട് വരില്ല. എങ്കിലും നമ്മൾ ഇടിയപ്പത്തിനെടുക്കുന്നതിനെക്കാട്ടും കുറച്ചുകൂടെ സമയം നമ്മൾ അടുപ്പത്ത് വെച്ച് വേവിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇടിയപ്പം എന്ന് പറയുന്നത് നമ്മൾ നൂല് പോലിരിക്കുന്നതാണ്. അപ്പം അതിനത്രത്തോളം വേവ് ആവശ്യമില്ല. കാരണം ഹാഫ്ലി കുക്ക്ഡാണ്. പിന്നെ കുറച്ച് നേരം, ഒരു 10 മിനിറ്റ് വെന്ത് അതിന് ശേഷം ഒരു 5 മിനിറ്റ് കൂടെ നമ്മൾ അടച്ച് വെച്ചിരുന്നു കഴിഞ്ഞാൽ ഇടിയപ്പം തയ്യാറാണ്. കൂടുതൽ നേരം നമ്മൾ വേവിച്ച് കഴിഞ്ഞാൽ നല്ല ഹാർഡായി പോവും. പക്ഷെ ഇതങ്ങനെയല്ല, ഇത് കുറച്ച് ഹാർഡായിട്ടുള്ളൊരു ഇലയപ്പമല്ലേ, അല്ലെങ്കിൽ ഇലയട എന്ന് പറയും. ഇലയടയല്ലേ, അതുകൊണ്ട് കുറച്ച് ഹാർഡായിട്ടിരിക്കുന്നത്. അപ്പം കുറച്ച് സമയം കൂടെ നമുക്ക്
കുക്ക് ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട്. ഒത്തിരി വെള്ളമായി പോയിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചെടുക്കുക. അങ്ങനെ വേണ്ടേ നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട്. നമുക്കിങ്ങനെ തൊട്ട് നോക്കാം. അപ്പോഴത്തേക്കും നമ്മൾ കയ്യിലൊന്നും അങ്ങനെ ഒട്ടി പിടിച്ച് നിൽക്കുന്നില്ല. ഈ ഒരു പരുവത്തിലേക്ക് ആണ് കറക്റ്റ് പരുവം എന്ന് പറയുന്നത്. നമുക്ക് ഈ മാവ് ഒന്ന് കുറച്ച് നേരം ഒന്ന് സെറ്റാകാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. മാവൊന്ന് സെറ്റായിട്ട് വരുന്ന നേരത്ത് നമുക്ക് കുറച്ച് പണികൾ ചെയ്യാനായിട്ടുണ്ട്. നമുക്കിവിടെ ശർക്കര ഇങ്ങനെ ഹാർഡായിട്ടുള്ള ശർക്കരയാണ്. ഇതിന് പകരം നമുക്ക് മാർക്കറ്റിലെ പൗഡർഡ് ആയിട്ടുള്ള ശർക്കര അവൈലബിൾ ആണ്. അത് വേണമെങ്കിൽ വാങ്ങാം. ഇതിപ്പോൾ എൻ്റെ കയ്യിലുണ്ടായിരുന്നത് ഇങ്ങനെ ഒരു കട്ടയായിട്ടുള്ളതാണ്. അപ്പോൾ ഇതിനെ ചെത്തി ചെറിയ പീസാക്കി എടുക്കണം. ചെറുതായിട്ട് സ്ലൈസ് ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഈ തേങ്ങയായിട്ട് മിക്സ് ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ 2 പരിപാടികൾ നമുക്ക് ചെയ്യാം. അപ്പോഴത്തേക്കും നമ്മുടെ മാവൊന്ന് സെറ്റായിട്ട് വരും. അങ്ങനെ നമ്മുടെ ശർക്കര സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത്രയും മധുരം മതിയായിരിക്കും. ഞങ്ങൾക്കിവിടെ വലിയ മധുരം ആവശ്യമില്ല, അതുകൊണ്ടാണ് ഇത്ര എടുത്തത്. ഇനി കൂടുതൽ മധുരം ആവശ്യമുള്ളവർക്ക് കൂടുതൽ മധുരം എടുക്കാവുന്നതാണ്. അതൊന്ന് നമ്മുടെ തേങ്ങയായിട്ടൊന്ന് കൂട്ടി യോജിപ്പിക്കുക. ഇങ്ങനെ നല്ല മധുരമുണ്ട്, കാരണം തേങ്ങയ്ക്ക് നല്ല മധുരം ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നിങ്ങൾക്ക് ശർക്കര കഴിക്കാൻ താല്പര്യം ഇല്ല എന്നുണ്ടെങ്കിൽ ഇതിന് പകരം പഞ്ചസാരയിൽ ഉപയോഗിക്കാം. പക്ഷെ കൂടുതൽ ഹെൽത്ത് ബെനിഫിറ്റ് എന്ന് പറയുന്നത് ശർക്കര തന്നെയാണ്. നമ്മൾ കഴിവതും ഷുഗറിൻ്റെ ഉപയോഗമാണ്, പഞ്ചസാരയുടെ ഉപയോഗം കുറയ്ക്കുന്നതായിരിക്കും നല്ലത്. നമ്മൾ ചായക്കായാലും മറ്റ് എന്ത് കാര്യത്തിനായാലും കൂടുതലും പഞ്ചസാരയാണ് ഉപയോഗിക്കുന്നത്. അപ്പം ഇങ്ങനെയുള്ള ചില കാര്യത്തിനെങ്കിലും നമ്മൾ ഒന്ന് മാറ്റി ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. നമ്മുടെ ശർക്കരയും തേങ്ങയും കൂടെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇതിന് നിങ്ങളുടെ നാട്ടിൽ പറയുന്നത് ശർക്കര തുറു എന്നാണ് പറയുന്നത്. തുറു വെച്ച ഉണ്ട ഉണ്ടാക്കാറുണ്ട്, തുറു വെച്ച അട ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെ നിങ്ങളുടെ നാട്ടിൽ പറയുന്നത് തുറു എന്നാണ്. നിങ്ങളുടെ നാട്ടിൽ എന്താണ് പറയുന്നത് കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഏത് നാട്ടിലായാലും എങ്ങനെയായാലും ചെയ്യുന്ന തേങ്ങയും ശർക്കരയായിട്ടുള്ളൊരു മിക്സ്, നമ്മുടെ ഇലയടയ്ക്ക് ആവശ്യമായിട്ടുള്ള മിക്സ് അങ്ങനെ റെഡി ആയിട്ടുണ്ട്. ഒത്തിരി ഈ ഒരു മിക്സ് ആവശ്യമുള്ളവർക്ക് അത്രയും തേങ്ങയും ശർക്കരയും കൂടെ എടുത്ത് മിക്സ് ചെയ്യാം. ഇവിടെ അരിയ മധുരം ആവശ്യമില്ലാത്തത് കൊണ്ടാണ് ഇത്രയും എടുത്തത്. ഓക്കെ, പിന്നെ നമുക്ക് നമ്മുടെ ഇലയിൽ നമ്മുടെ അട പ്രിപ്പയർ ചെയ്ത് ഉണ്ടാക്കണം. അപ്പോഴത്തേക്ക് നമ്മുടെ മാവ് ഏകദേശം നല്ല സെറ്റായിട്ട് ഉണ്ടായിരിക്കും. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെ വേണ്ട നമ്മുടെ അട പ്രിപ്പയർ ചെയ്യേണ്ട ഇല ഇവിടെ നിരത്തി വെച്ചിട്ടുണ്ട്. ഈ ഇലയ്ക്ക് പ്രത്യേകിച്ച് സൈസ് അങ്ങനെയൊന്നുമില്ല, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സൈസിലെടുക്കാം. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളിത് ഇഡലി പാത്രത്തിനകത്ത് വെച്ചുകൊണ്ട് ഉണ്ടാകുന്നത്. ചെറിയ ഇഡലി പാത്രമാണെങ്കിൽ അതിനനുസരിച്ച് അതിനകത്ത് നിൽക്കണം. നമ്മൾ ഈ അട നമ്മളിങ്ങനെ പ്രിപ്പയർ ചെയ്ത് വയ്ക്കുമ്പോഴത്തേക്കും അട അതിനകത്ത് നിൽക്കണം. അതുകൊണ്ട് അത് ശ്രദ്ധിക്കുക. നല്ല വലിയ ഇഡലി പാത്രമാണെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ച് ഉള്ള ഇല സൈസിൽ വെട്ടിയെടുക്കാവുന്നതാണ്. ഇന്ന സൈസൊന്നും അങ്ങനെ നിർബന്ധമില്ല, ചെറുതാകാം വലുതാകാം, അത് നിങ്ങളുടെ ഇഷ്ടമാണ്. ഇതിനകത്ത് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന അടയും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അളവിൽ എത്രത്തോളം കട്ടി വേണോ അത്രത്തോളം. പിന്നെ തീരെ കട്ടി കുറയ്ക്കാനും പാടില്ല, തീരെ കട്ടി കൂട്ടിയാലും അത് അത്രത്തോളം ടേസ്റ്റ് കാണില്ല. അതുകൊണ്ട് ഒരു മീഡിയം ലെവൽ നിൽക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. നമുക്കിനി അട എങ്ങനെയാണ് പരത്തുന്നതെന്ന് നോക്കാം. നമ്മുടെ മാവിടെ നന്നായിട്ട് സെറ്റായിട്ടിരിപ്പുണ്ട്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ നേരത്തെ തിളച്ച വെള്ളമാണ് ഒഴിച്ചത്. അതുകൊണ്ട് തന്നെ ഒരു ചെറിയ ചൂട് ഉള്ള സമയത്തല്ലാതെ അതിന് മുമ്പ് നമ്മൾ കൈ മാവിൽ വെക്കരുത്, ചിലപ്പം കൈ പൊള്ളിപ്പോകും. അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, നമുക്കിനി വരാം. ഇത് ചെറിയൊരു ചൂട് മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ കുറച്ചുകൂടെ തണുത്തിട്ടാലും കുഴപ്പമില്ല, പ്രശ്നമില്ല ഒന്നും. നമുക്കിതിനെ ജസ്റ്റ് ചെറിയൊരു ഉരുളയാക്കിയിട്ട് നമ്മുടെ ഇലയിൽ വയ്ക്കും. വെച്ചതിന് ശേഷം ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക നന്നായിട്ട്. കാരണം തീരെ കട്ടിയാകാൻ പാടില്ല, മീഡിയം രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാം. അരിമാവായതുകൊണ്ട് തന്നെ നല്ല ഈസിയാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ നല്ല ഈസിയാണ്.
നമുക്ക് ഗോതമ്പ് മാവ് വെച്ചും ഉണ്ടാക്കുക എന്താണ്, അത് മറ്റൊരു വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ അരിമാവ് നമ്മൾ പരത്തി കഴിഞ്ഞു. ഇനി നമുക്ക് നല്ല നടുക്കായിട്ട് തുറു വെച്ച് കൊടുക്കാം. നമുക്ക് ആവശ്യാനുസരണം മധുരം ചേർക്കാവുന്നതാണ്. ഒരുപാട് അധികമാകാൻ പാടില്ല, കാരണം നമ്മളിത് മടക്കിയെടുക്കുന്ന ആണ്. അപ്പം ഒരുപാട് നടുക്ക് നമ്മൾ മിക്സ് ചേർത്ത് കഴിഞ്ഞാൽ നമുക്കത് മടക്കിയെടുക്കാൻ വേണ്ടി ബുദ്ധിമുട്ട് മാത്രമല്ല, അത് എന്ത് ചെയ്യും, നന്നായിട്ട് പ്രിപ്പയറായി വരില്ല. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ നടുക്ക് മാത്രമല്ല കുറച്ചുകൂടെ ഒന്ന് പരത്തി വേണമെങ്കിൽ വയ്ക്കാം. മിക്സ് അങ്ങനെ പരത്തി വയ്ക്കാം, നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പം എല്ലാ സൈഡിലും നമുക്ക് ആ ഒരു മധുരം കിട്ടും. നമ്മൾ കഴിച്ചു തുടങ്ങുമ്പോൾ തന്നെ ആ ഒരു നല്ലൊരു മധുരം നമുക്ക് ലഭ്യമാകും. ഇങ്ങനെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എല്ലാത്തിലും ഇതുപോലെ നിങ്ങൾ മാവ് എടുത്ത് എല്ലാ ഇലയിലും നിങ്ങൾ പരത്തി, നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള ഒരു എണ്ണം കാണുമല്ലോ, ആ ഒരു എണ്ണത്തിൽ നിങ്ങളെല്ലാം പരത്തി വെച്ചതിന് ശേഷം മാത്രം ഇതിനെ മടക്കിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുക. അല്ലെങ്കിൽ എന്താണ്, ഒരു പ്രാവശ്യം നമ്മൾ മാവ് എടുക്കുന്നു, പിന്നെ എടുത്ത് തുറു വയ്ക്കുന്നു, പിന്നെ എടുത്ത് ഫോൾഡ് ചെയ്യുന്നു, ഇങ്ങനെ വയ്ക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് പ്രയാസമായിട്ട് തോന്നും. അതുകൊണ്ട് കാര്യം ഈസി ആയിട്ട് നടക്കുന്നുവെങ്കിൽ ആദ്യം ആദ്യം എല്ലാത്തിലും മാവെടുത്ത് നമ്മളൊന്ന് പരത്തി വയ്ക്കുക. എന്നിട്ട് നമ്മളെന്താണ് ആ മിക്സ് എടുത്ത് ചേർക്കുക. മധുരം മിക്സ് എടുത്ത് ചേർത്തതിന് ശേഷം പിന്നെ നമ്മൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ ജോലി തീർക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ നമുക്കിനി മറ്റേ ഇലയെല്ലാം ചെയ്തതിന് ശേഷം നോക്കാം. തേണ്ട ഇലയിലെല്ലാം മാവ് പരത്തി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആ മിക്സ് ഒന്ന് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. അങ്ങനെ എല്ലാ ഇലകളിലേക്കും നമ്മൾ ആ മധുരം വെച്ച് കൊടുത്തു. ഇനി നമുക്കിതിനെ ഒന്ന് മടക്കിയെടുക്കണം. മടക്കിയെടുക്കുന്നത് കറക്റ്റായിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ആ ഒരു ഇത് അടഞ്ഞു വരിക, അത്രയേ ഉള്ളൂ. വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. ഈ ഒരു പോർഷനും ഈ പോർഷനും തമ്മിലൊന്നും ടച്ചായിട്ട് വരണം എന്നേ ഉള്ളൂ. നിർബന്ധമൊന്നുമില്ല അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ കൊള്ളാം. നോക്കി വെച്ചാൽ മതിയായിരിക്കും. എന്ത് ചെയ്യേണ്ട, നമ്മൾ എല്ലാ ഇലയും ഇങ്ങനെ ഫോൾഡ് ചെയ്തെടുത്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിന് ഒരു പാത്രത്തിലോട്ട് സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. നമ്മൾ മധുരം നടുക്ക് മാത്രം വെച്ച് കഴിഞ്ഞുള്ള പ്രശ്നം, നമ്മളിങ്ങനെ ഫോൾഡ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ നടുക്ക് വെച്ച് എന്താണ് പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമുക്ക് കഴിക്കുമ്പോൾ നടുക്ക് മാത്രം, അതായത് നടുക്കോട്ട് നമ്മൾ വരുമ്പോൾ മാത്രമേ നമുക്ക് മധുരം അനുഭവപ്പെടത്തുള്ളൂ, അല്ലാതെ നമുക്ക് മധുരം കിട്ടില്ല. അതുകൊണ്ടാണ് മധുരം ചെയ്യുന്നത് നടുക്ക് മാത്രം വയ്ക്കുന്നത്, ഒന്ന് സ്പ്രെഡ് ചെയ്ത് വെക്കാൻ വേണ്ടി പറയുന്നത്. നിങ്ങൾക്ക് ആവശ്യത്തിന് മധുരം ചേർക്കാം. അങ്ങനെ നമ്മളെല്ലാ ഇലയടയും ഇങ്ങനെ മടക്കിയെടുത്തു കഴിഞ്ഞു. ഇനി നമുക്കിതിനെ കുക്ക് ചെയ്തെടുത്താൽ മാത്രം മതി. അപ്പോൾ നമുക്കിനി കുക്ക് ചെയ്യാൻ വേണ്ടി എടുക്കാം. അപ്പം നമുക്ക് നമ്മുടെ ഇഡലി പാത്രത്തിലാണ് കുക്ക് ചെയ്യാൻ വേണ്ടി എടുക്കുന്നത്. ഒത്തിരി വെള്ളമൊന്നും വേണ്ടെങ്കിലും നമ്മൾ ഇടിയപ്പത്തിന് എടുക്കുന്നതിനെക്കാട്ടും കുറച്ചുകൂടെ വെള്ളം ആവശ്യമാണ്. കാരണം അല്പം സമയം കൂടെ നമ്മൾ എന്ത് ചെയ്യും, ഇത് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് സമയമെടുക്കും. അത്രയും നേരം നമ്മൾ കുക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അത്രയും സമയം വെള്ളം വറ്റിപ്പോകാതിരിക്കണമെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ആവശ്യമാണ്. അപ്പോൾ ഞാൻ ഇത്രയും വെള്ളം എടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് അടുപ്പിലോട്ട് വയ്ക്കാം. നമുക്ക് ഗ്യാസ് ഓൺ ചെയ്യാം. നമുക്ക് ഈ വെള്ളം തിളച്ച് വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. നമ്മുടെ വെള്ളം ഏകദേശം തിളച്ചിട്ടുണ്ട്. നമുക്ക് നോക്കാം. നന്നായിട്ട് വെള്ളം തിളച്ചിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് നമ്മുടെ ഇഡലി പാത്രത്തിൻ്റെ ഏറ്റവും ചെറിയ തട്ട്, അതായത് ഏറ്റവും താഴെത്തട്ട് വെച്ച് കൊടുക്കാം. അതിനു മുമ്പായിട്ട് നമുക്ക് സ്റ്റീം ഒന്ന് കുറച്ച് കൊടുക്കാം. കുറച്ചതിന് ശേഷം ഇഡലിത്തട്ട് ഏറ്റവും ചെറിയ തട്ട് താഴെത്തട്ട് വെച്ച് കൊടുത്തു. അതിന് ശേഷം നമ്മൾ മടക്കി വെച്ചിരിക്കുന്ന ഓരോന്നായിട്ട് നമുക്ക് വെച്ച് കൊടുക്കാം. ഈ സൈഡിലായിട്ട്
ആണ് വെച്ച് കൊടുക്കേണ്ടത്. പല ദിശകളിലായിട്ട് നിങ്ങൾക്ക് വെച്ച് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടാനുസരണം വെച്ച് കൊടുക്കാവുന്നതാണ്. കൂടുതലാണെങ്കിൽ ഇപ്പുറത്തെ സൈഡിലോട്ടൊക്കെ ഇങ്ങനെ മാറ്റി വെച്ച് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ നമ്മൾ വെച്ച് കൊടുക്കുന്നു. അടയ്ക്കും. എല്ലാ ഇലയും അകത്ത് വരുന്ന രീതിയിൽ വെച്ച് ഇതിനെ ക്ലോസ് ചെയ്യും. ക്ലോസ് ചെയ്തിട്ട് നമ്മൾ ഫുൾ സ്റ്റീമിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഏതാണ്ട് ഒരു 20 മിനിറ്റെങ്കിലും നമ്മളത് നന്നായിട്ട് വേവിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. കാരണം നമ്മൾ മാവ് ഇങ്ങനെ പരത്തി വെച്ചാണ് എടുക്കുന്നത്. നമ്മൾ നൂല് പോലെ, അല്ലെങ്കിൽ നമ്മൾ ഇടിയപ്പത്തിന് ഉണ്ടാക്കുന്നത് പോലെ നൂല് പോലെ അല്ല, എങ്കിൽ അത് പെട്ടെന്ന് നമുക്ക് വേവിച്ചെടുക്കാൻ പറ്റും. ഇത് നമ്മൾ പരത്തി എടുക്കുന്നതുകൊണ്ട് കുറച്ചുകൂടെ സമയം എടുക്കും. നമ്മൾ ഇടിയപ്പത്തിന് ഒരു 10 മിനിറ്റ് ആണെങ്കിൽ ഒരു 20 മിനിറ്റെങ്കിലും ആവശ്യമായിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് നമുക്ക് ഹൈ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ട് 10 മിനിറ്റ് വേവിക്കണം. അത് കഴിഞ്ഞ് ഒരു 5-10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അത് തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു മണവുമാണ്. നമ്മൾ മുമ്പ് ഉണ്ടാക്കിയ ഇടിയപ്പം പോലെയല്ല. ഇടിയപ്പത്തിൽ നമ്മൾ ആ ഒരു ഇലയുടെ ഫ്ലേവർ മാത്രമേ വരുള്ളൂ. പക്ഷേ ഇവിടെ എന്താണ്, നമ്മൾ മധുരമൊക്കെ കൂടെ ചേർത്താണ്. അപ്പം അതിൻ്റെയും മണവും നമ്മുടെ ഇലയുടേതായിട്ടുള്ള മണവും എല്ലാം കൂടെ മിക്സ് ചെയ്താണ് ഇത് വരുന്നത്. അപ്പം അങ്ങനെ ഒരു പ്രത്യേക ഒരു മണമാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഒരു 10 മിനിറ്റ് നമുക്ക് ഹൈ ഫ്ലെയിമിൽ വെച്ച് നമുക്ക് വേവിക്കാം. അതിന് ശേഷം നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. നോക്കിയതിന് ശേഷം നമുക്ക് മീഡിയം ഫ്ലെയിമിലോട്ട് ആക്കാം. നമ്മൾ കുക്ക് ചെയ്യാൻ വേണ്ടി വെച്ചിട്ട് ഏകദേശം 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് നോക്കാം. കണ്ടോ, ഇങ്ങനെയാണ് ഇപ്പോഴത്തെ പൊസിഷൻ എന്ന് പറയുന്നത്. നന്നായിട്ട് കുക്കായിക്കൊണ്ടിരിക്കുകയാണ്. ഇലയൊക്കെ വാടി വരുന്നുണ്ട്. നമുക്കിനി മീഡിയം ഫ്ലെയിമിൽ ആക്കാം. ഇനി ഒരു 10 മിനിറ്റ് കൂടെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മൾ കുക്ക് ചെയ്യാൻ വേണ്ടി വെച്ചിട്ട് ടോട്ടൽ 20 മിനിറ്റ് ആയി കഴിഞ്ഞു. അപ്പോൾ നോക്കിയേ, ഇലയെല്ലാം നല്ല വാടി നല്ലൊരു മണവും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നമുക്ക് ഇത് നന്നായിട്ട് അടച്ചു വെച്ചതിന് ശേഷം സ്റ്റീം ഓഫ് ചെയ്ത് നമുക്കൊരു 5-10 മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം. വെയിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇനി തണുത്തിട്ടാണ് കഴിക്കാൻ വേണ്ടി ഇഷ്ടമെങ്കിൽ അങ്ങനെ കഴിക്കാം. കൂടുതലും തണുത്തിട്ട് കഴിക്കുന്നതായിരിക്കും നല്ല രുചിയാണ്. ചൂടോടെ കഴിക്കുന്നതിനെക്കാട്ടും കുറച്ചുകൂടി രുചിയായിട്ട് തോന്നിയിട്ടുള്ളത് തണുപ്പിച്ച് കഴിക്കുമ്പോഴായിരിക്കും. നല്ല ഈസി ആയിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്ന ഒരു 4 മണി പലഹാരമാണ് നമ്മുടെ ഇലയട എന്ന് പറയുന്നത്. നമ്മൾ സ്റ്റീം ഓഫ് ചെയ്ത് വെച്ചിട്ട് 10 മിനിറ്റിലധികമായി. നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് നോക്കാം. സൂപ്പർ, കണ്ടോ, എല്ലാം വാടി നല്ല ഇതായിട്ടിരിപ്പുണ്ട്. നമുക്കിനി ഇതിൽ ഒരെണ്ണം എടുത്ത് നമുക്ക് സാമ്പിളായിട്ടൊന്ന് നോക്കി വെക്കാം എങ്ങനെയാണ് അതിൻ്റെ രീതി. ഒരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട്. നമുക്കിതിനെ ഇതിലൊന്ന് ഏതെങ്കിലും ഒരെണ്ണം എടുക്കാം. സൈഡിൽ ഇരുന്ന് ഒരെണ്ണം എടുക്കാം. ചൂടുണ്ട് ഇപ്പോഴും. ചൂട് പോയതിന് ശേഷം കഴിച്ചാലും മതിയാകും. ഇത് പതുക്കെ ഒന്ന് ഓപ്പൺ ചെയ്ത് നല്ല മണമാണ്. കണ്ടോ, ഈ ഒരു രീതിയിലാണ് ഇരിക്കുന്നത്. കണ്ടോ, എല്ലാവരും കാണാമല്ലോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഇലയടയാണ്. ഉണ്ടോ, അതിൽ ഈ സൈഡിൽ നമ്മൾ ഒരു ചെറിയൊരു പീസ് എടുത്തു കഴിഞ്ഞാൽ പോലും നന്നായിട്ട് അതിൻ്റെ മധുരമൊക്കെ ഇവിടെയൊക്കെ വന്നിട്ടുണ്ട്. ഈ ഫുൾ പൊസിഷനിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, എല്ലാ പ്ലേസിലും മധുരം നന്നായിട്ട് ഊറി നന്നായിട്ടായിട്ടുണ്ട്. അധികം മധുരം വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഇത് ഒലിച്ചു പോകാൻ ചാൻസ് ഉണ്ട്. അതിൻ്റെ അകത്തൊക്കെ ഒലിച്ചിറങ്ങിയിരിക്കും. പക്ഷേ ഇതങ്ങനെയൊന്നും ആയിട്ടില്ല. നമുക്ക് ആവശ്യത്തിന് കുറച്ച് മധുരം വെച്ചെടുത്തിട്ട് നല്ല ടേസ്റ്റാണ്. കണ്ടോ, നല്ല സോഫ്റ്റാണ്, വളരെ ടേസ്റ്റി ആയിട്ട് ഒരു കപ്പ് ചായ കൂടെ ഉണ്ടെങ്കിൽ സൂപ്പറായിരിക്കും. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. നിങ്ങൾക്ക് മാത്രമല്ല, നിങ്ങളുടെ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു 4 മണി പലഹാരമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.
ഇന്ന് പ്രിപ്പയർ ചെയ്ത ഇലയട നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായോ? നിങ്ങളെല്ലാവരും വീട്ടിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്ന ഒന്നാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ഉണ്ടാക്കി നോക്കിയതിന് ശേഷം അതിൻ്റെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കുക. നിങ്ങളുടെ കമൻറ്റുകൾ രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് എന്തെങ്കിലും റെസിപ്പീസ് ഇതുപോലെ ആവശ്യമാണെങ്കിൽ എന്നെ കൊണ്ട് കഴിയുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ വീഡിയോ ചെയ്തിടുന്നതായിരിക്കും. നിങ്ങളുടേതായിട്ടുള്ള വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ വീഡിയോയ്ക്ക് നിങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എന്നെ ഫോളോ ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളൊക്കെയാണ് എൻ്റെ ബലം. ഓക്കെ, മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെയും കാണാം. ബായ്.